ശ്രീ രഞ്ജിത്ത് സർ, ശ്രീ അമൽ നീരജ് സർ, ശ്രീ അൻവർ റഷീദ്, ശ്രീ മാണിയൻ രാജു സർ, ശ്രീ കുഞ്ചൻ സർ. നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്കിപ്പോൾ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. To whom should I hand over the mic? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലായാലും കുടുംബപരമായാലും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും മമ്മൂട്ടി കമ്പനി മുമ്പിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ച മുമ്പ് കണ്ടിരിക്കും ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല. നമ്മൾ ഇതെന്തോന്ന് മോശമായിരിക്കുന്ന പാട്ട്, ഒട്ടും ശരിയായില്ല എന്നൊരു മറുപടി. എടാ, നീ ഇപ്പോഴും ആ 75-80 വയലാർ മാസ്റ്റർ പാട്ട് കിടക്കട്ടെ. ഈ പുതിയ പിള്ളേർ പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവരെ കണ്ട് പഠിയടാ എന്ന് എന്നെ വഴക്കുന്നു. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാവരും ആ തുടിക്കുന്ന യൗവനം, അവ യൂത്തിൻ്റെ. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടൊരു വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട് കേട്ടോ, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇവരാരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4ാം തീയതി തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ, ഹിറ്റാവണം. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. അപ്പോൾ വലിയ സന്തോഷമുണ്ട്.